നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാർക്കറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ 6:45 ചന്ത തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ആടുചന്തയും തുടങ്ങിയിരിക്കുകയാണ്. പഴയതുപോലെ ചന്ത ദിവസങ്ങളിൽ ആടുചന്ത ഉണ്ടായിരിക്കുന്നതാണ്. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക്. രണ്ടും കൂടി 18 രൂപ. രണ്ടും കൂടി 18. 16 രൂപ കുട്ടികൾ അപ്പോഴേ കൊടുക്കുന്നവരാണ്. 2 പോത്തും കുട്ടികൾ. ആന്ധ്ര കുട്ടികൾ ആർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, പരമായ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. പൂച്ചയ്ക്കും കൊണ്ടിടാം. നല്ല കുട്ടികളില്ലെന്ന് വിഷമിക്കണ്ട. രാജ കുട്ടികളാണ്. കിട്ടും. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ചന്ത നടത്തിപ്പുകാരുടെ നമ്പറാണ്. ആട് എല്ലാം ഉണ്ട്. ആടിന് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്. എല്ലാ ദിവസവും ആട് കിട്ടും. ചന്തയിൽ വന്നു കഴിഞ്ഞാൽ മുട്ടനാട്, വളർത്തുകുട്ടികൾ, അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നാലെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ 2 ചെറിയ കുട്ടികൾ നല്ല ഇത് തന്നെയാണ്. ഒരു 10-12 രൂപയ്ക്ക് രണ്ടും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 16 രൂപ ലാസ്റ്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 12 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 6000 മേനിക്കൊക്കെ അത് നിൽക്കുന്ന 26 രൂപ വയ്ക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് 26,000 രൂപ. 22 രൂപ മേനിയാണ് ഓരോ കുട്ടിക്കും ചോദിക്കുന്നത്. നിരക്ക് 22 രൂപയാണ് ഓരോന്ന് ചോദിക്കുന്നത്. നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, നല്ല 22 രൂപ ചോദിക്കുന്ന കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കുട്ടി തന്നെയാണ്. 22 രൂപ വലിയ ചോദ്യമൊന്നുമല്ല. ഒരു 18 രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. നല്ല കുട്ടികൾ തന്നെയാണ്. 50-60 കിലോ മീറ്റ് വരും. വരുന്നുണ്ട്. പൊത്തുകുട്ടികളൊക്കെ വരുന്നുണ്ട് ചന്തയിൽ. കുഞ്ഞ് പൈക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ്. അവിടെ വേറെ മീറ്റ് ആവശ്യത്തിനുള്ള പോത്ത് എരുമയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഇനി അടുത്ത ചന്ത വരുന്നത് തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കാണ് ചന്ത. ഒരു 6:45 ആകുമ്പോൾ ചന്ത സ്റ്റാർട്ടാവും. 6 മണിയാകുമ്പോഴേ കന്നാലികൾ വന്ന് തുടങ്ങും. 16 രൂപ വെച്ച് 12 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് ആ പോത്തുംകുട്ടി. 16 രൂപ ചോദിച്ച് 12,000 രൂപയ്ക്ക് ഈ പോത്തുംകുട്ടി കച്ചവടമായിരിക്കുകയാണ്. എന്തായാലും പോത്തുകുട്ടികൾക്കൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ് വരുന്നുണ്ട് ചന്തയിൽ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും അത്യാവശ്യം മാന്യമായിട്ടുള്ള റേറ്റിനാണ് കുട്ടികളൊക്കെ വിറ്റ് പോയത്. ആദ്യത്തെ ഒരു വിലയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലും പല റേറ്റിനുമുള്ള കുട്ടികളുണ്ട്. 22 രൂപ, 25 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ കുറച്ചുകൂടെ വലിയ പോത്ത് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. 30 രൂപയ്ക്ക് മേളിൽ വില ചോദിക്കുന്ന പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട്. 30,000 രൂപയ്ക്ക് മുകളിൽ വില ചോദിക്കുന്ന 35-40 രൂപയൊക്കെ 42 രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകൾ ഇവിടെ നിൽപ്പുണ്ട്. പല റേറ്റിനുള്ള പോത്തും കുട്ടികളാണ്. നല്ല വളർത്താൻ പറ്റിയ അടുത്ത പെരുന്നാളിന് സെറ്റാവുന്ന പോത്തും കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം, 1 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന പോത്തുകളും ഇതായി നിൽക്കുന്നത്. 1 വയസ്സിന് മുകളിൽ പ്രായം വരും ഈ ഒരു പോത്തിന്. മേടിച്ചിട്ട് അടുത്ത ഒരു 8-10 മാസം കൊണ്ട് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. അത് ഈ ചെറിയ പോത്തും കുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. പല റേറ്റിനുള്ള പോത്തും കുട്ടികൾ ചന്തയിൽ ലഭ്യമാണ്. കറവ പശുക്കളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിലും ചെറിയ പോത്തുകുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. 18 രൂപ, 20 രൂപയ്ക്കകത്ത് ചോദിക്കുന്ന പോത്തുകുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. പശുക്കുട്ടിയും കോഴിക്കുട്ടികളൊക്കെ ഈ ഭാഗത്ത് വാങ്ങി കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കറവ പശുക്കളാണ് നിൽക്കുന്നത്. ഇടക്കറവ പശുക്കൾ വെട്ടിറവൊക്കെയാണ് നിൽപ്പുണ്ട്. ഒരു 30,000 രൂപ മുതൽ ഇന്ന് പശുക്കളെ കിട്ടും ചന്തയിൽ. 30,000 രൂപ മുതൽ
നല്ല നല്ല പശുക്കൾ നിൽപ്പുണ്ട്. നമ്മൾ നോക്കിയെടുത്തത് ഇവിടെ ഒരു 2 നല്ല സൂപ്പർ പോത്ത് നിൽപ്പുണ്ട്. 4.25 രൂപയാണ് അതിന് ചോദിച്ചത്. 47,500 47,500 രൂപയാണ് ഓരോ പോത്തിനും ചോദിക്കുന്നത്. അവർ 37,500 വരെ പറഞ്ഞ് ഒരു പോത്തിന് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് 45 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 45,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നു. 37,500 വരെ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞ കാട്ടി 10 രൂപ കുറച്ചാണ് പറഞ്ഞത്. അതുപോലെ ചെറിയൊരു കല്യാണ പാർട്ടിക്ക് പാല് വെച്ച് മുടി കളച്ചിൽ ഒക്കെ കൊടുക്കാൻ പറ്റിയ പോത്ത് തന്നെയാണ്. ഒരു 40 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. മുറുകിലേക്ക് മേളിൽ മീറ്റ് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മറ്റേ പോത്ത് അത് 45 ചോദിക്കുന്നുണ്ട്. ഇതിന് 47,500 ചോദിക്കുന്നുണ്ട്. പശുക്കളൊക്കെ കറവ് പശുക്കളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. 40 രൂപ 45 രൂപയൊക്കെ ചോദിക്കുന്ന, 50 രൂപ ചോദിക്കുന്നുണ്ട്, 35,000 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളപ്പൊത്ത് ഒരു വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 27 രൂപയാണ് ചോദിച്ചത്. 22 രൂപ പറഞ്ഞ് അവർ കയറി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 22,000 രൂപ പറഞ്ഞ് അവർ വലിച്ചു കൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടക്കില്ല എന്ന് നമുക്ക് നോക്കാം. 22 രൂപ കൂട്ടി പറഞ്ഞിട്ടില്ല. അവരങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി നടക്കുകയാണ്. 22 രൂപ അവർ പറഞ്ഞ് നിൽക്കുകയാണ്. പോത്താണ്, വെള്ളപ്പോത്ത്, തമിഴ്നാട് പോത്താണ് വെള്ളപ്പോത്ത്. 22 രൂപ അവർ പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 500 രൂപ കൊടുത്താൽ ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 22,500 കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം എത്ര രൂപയ്ക്ക് കച്ചവടം ആകുമെന്ന്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിത് എഴുതല്ല. ഈ റാമ്പിൽ കുറച്ച് നല്ല പോത്തൻകുട്ടികൾ നിൽപ്പുണ്ട്. ഇത്തിരി മീഡിയം സൈസ് പോത്തൻകുട്ടികൾ നിൽപ്പുണ്ട്. കുഞ്ഞ് മോരിക്കുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഒരുപാട് കന്നാലിൽ പോത്തൻകുട്ടി കച്ചവടമായി പുള്ളി ഈ റാമ്പിൽ കെട്ടാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. 22,500 അതിൽ കൂടുതൽ പോയ ഒരു മേടിക്കത്തില്ല. പശു, മൂരി, കാള എല്ലാത്തിനെയും വാങ്ങി അവിടെ കെട്ടിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് പശു, മൂരി എല്ലാത്തിനെയും വാങ്ങി കെട്ടിരിക്കുകയാണ്. അടുത്ത വണ്ടിയിൽ പശുക്കൾ വന്നിട്ടുണ്ട്. കറവ പശു വന്നിട്ടുണ്ട്. നല്ലൊരു കറവ പശു ഇവിടെ കൊണ്ട് 45,000 50,000 ഒക്കെ ചോദിക്കുന്ന പശുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു വലിയ കാള ഇവിടെ നിൽപ്പുണ്ട്. ഡബിൾ കാറിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ദൂരം നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഇപ്പോഴും നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് പോയി ചെറിയ പോത്തുംകുട്ടികളെ നോക്കാൻ കച്ചവടമായില്ല. ഇവിടെ നല്ല 12 രൂപയ്ക്ക് മേടിച്ച പോത്തുംകുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 17 നമ്പർ ഒരെണ്ണം കച്ചവടമായെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ കെട്ടിയിരിക്കുകയാണ്. ആ ചെറിയ പോത്തുംകുട്ടികളെ ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല. ഒരു 10 രൂപ 12 രൂപയ്ക്കകത്ത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കിട്ടും. ഈ 12 രൂപയ്ക്ക് ജോഡിയായിട്ട് മേടിക്കാൻ പറ്റും. 6,000 രൂപ മേനിക്ക്. അങ്ങനെ ഈ വലിയ നമ്മൾ ആദ്യം കണ്ട പോത്തൻകുട്ടി ഇവിടെ ഒരാൾ വാങ്ങിയിരിക്കുകയാണ്. അവരന്ന് രാവിലെ 22 രൂപയാണ് ചോദിച്ചത്. അവർ 16,500 വാങ്ങിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ കച്ചവടം കഴിഞ്ഞു. എന്തായാലും 16,500 ആയാലും നഷ്ടമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബായ്.